ഇത് ഓപ്പോ റെനോ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണാണ് ഓപ്പോ റെനോ 14F. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലഭ്യമല്ല, GCC രാജ്യങ്ങളിലാണുള്ളത്. എനിവേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സമയം കളയണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് വരുന്നുണ്ട്. TPU കേസ് അല്ല, ഈ ഒരു വർഷം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഞ്ഞാവുമെന്നുള്ള ടെൻഷനില്ല. 45 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ അഡാപ്റ്റർ, Type A to Type C ചാർജിങ് കേബിൾ, എന്നിവ 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഓപ്പൽ ബ്ലൂവും അതുപോലെ തന്നെ ലൂമിനസ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ ഗ്ലോസി പിങ്കിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിലും ബോഡി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഈ ഒരു ഓപ്പൽ ബ്ലൂവിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. മെർമെയ്ഡ് ഡിസൈൻ എന്നാണ് പറയുന്നത്. 3 ക്യാമറയാണ് പിറകിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 7.8mm ബോഡി തിക്നെസ്സും 180 ഗ്രാമാണ് ബോഡി വെയിറ്റ് വരുന്നത്. ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് 2 നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സെക്കൻഡറി സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിലെ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.57 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ ആണ്. റെസൊല്യൂഷന് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 1400 nits ആണ് ഇതിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 397 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. അത്യാവശ്യം ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സെമിട്രിക് ഷേപ്പോട് കൂടിയുള്ള താരതമ്യേന തിന്നായിട്ടുള്ള ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒരു ഫുൾ വി എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. Qualcomm Snapdragon 6 Gen 1 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4nm ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 710 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് 6 Gen 4 ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ബെറ്റർ പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. എനിവേ പെർഫോമൻസ് ആയിട്ട് പറയാനാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇവൻ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടി ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടി നമ്മളൊരു നോർമൽ ഗെയിമറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഖത്തറിൽ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB, 12GB റാമിൽ 512GB, LPDDR4X റാം ടൈപ്പിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. മറ്റു ചില രാജ്യങ്ങളിൽ 8GB പ്ലസ് 256GB അവൈലബിൾ ആണ്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ് ടു 2TB മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് 5G ഇതിൽ സപ്പോർട്ടാണ്. അതിൽ തന്നെ 17ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ 5.1 ആണ് വരുന്നത്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ColorOS 15 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ColorOS ആയതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ ഇന്റർഫേസ് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബ്ലോട്ട്വേഴ്സ്, ആഡ്വേഴ്സ്, ഗെയിം സജഷൻസ്, ആപ്പ് സജഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഇനി അത്ര കളർഫുൾ ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കൂടി ഉണ്ട്. എനിവേ അതുപോലെ തന്നെ കുറച്ച് AI ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഗൂഗിൾ ജെമിനി റിലേറ്റഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ്, ഇത് കൂടാതെ തന്നെ ഫോട്ടോ എഡിറ്റർ, സ്റ്റുഡിയോ, ട്രാൻസ്ക്രൈബ്, ട്രാൻസ്ലേറ്റ് തുടങ്ങിയിട്ടുള്ള ചില AI ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. എനിക്കിതിൽ തോന്നിയിട്ടുള്ള മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് AI ലിങ്ക് ബൂസ്റ്റ് 3.0 ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 360 ഡിഗ്രി ആന്റിനെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ നമ്മൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് കോൾ വന്നാൽ അത് കട്ടാവുകയോ അല്ലെങ്കിൽ അതിന് ആ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കോൾ ചെയ്യാനും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബ്രൗസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ
AI വൈഫൈ ബൂസ്റ്റർ ടെക്നോളജി കൂടി ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഇതിൽ കാഴ്ചവെക്കും. ഇവൻ ആ ഒരു ലേറ്റൻസി കുറയ്ക്കുകയും ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ആ ഒരു വൈഫൈയുടെ ആ ഒരു ലേറ്റൻസി കുറയ്ക്കുകയും അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള വൈഫൈ പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ബാറ്ററി വരുന്നത് 6000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 45 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നത്. റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ടാണ്. ആ ഒരു ചാർജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 0 to 100 ഏകദേശം 80 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയുള്ളതും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്കിതിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇതിൽ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ചില സ്മാർട്ട് ഫോണിലൊക്കെ അത്തരത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നെങ്കിലും അതൊരു ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 4K നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും അപ് ടു 2 meters 30 minutes വരെ നമുക്കിതിൽ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് AI ഫ്ലാഷ് ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റ് അല്ലെങ്കിൽ താരതമ്യേന ലൈറ്റ് കുറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളും നമ്മൾ ഫോട്ടോസ് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സെനേറിയോസിന് വേണ്ട തരത്തിലുള്ള ആ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി നമുക്കിതിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിവേ നോർമൽ ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഡെയിലി പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ ഒട്ടുമിക്ക ഫോട്ടോസും അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ചില സ്മാർട്ട് ഫോട്ടോസിലൊക്കെ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ലെൻസ് 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു OK ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് 2 മെഗാ പിക്സലിലെ മാക്രോ ലെവലിൽ ആ ഒരു മാക്രോ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും ജസ്റ്റ് ഒരു OK ലെവൽ പെർഫോമൻസ് എന്ന രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എനിവേ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒട്ടുമിക്ക ഫോട്ടോസും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി ഓവർ ഷാർപ്നെസ് അല്ലെങ്കിൽ ചില ഫോട്ടോസിലൊക്കെ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് കുറഞ്ഞ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിക്ക സമയത്തും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് HDRന്റെ കാര്യമാണെങ്കിലും ഡെയിലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും ഇവൻ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവൻ ആർട്ടിഫിഷ്യൽ കണ്ടീഷൻ ലൈറ്റിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി വീഡിയോ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി എത്രത്തോളം മികച്ചതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 frames/second ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വീഡിയോ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 frames/second ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. സ്റ്റെബിലിറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ 4K നമുക്ക് ഈ ഒരു സെൽഫിയിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു എബോവ് ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. Reno 14Fന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GBക്ക് 1399 ഖത്തറിയല്ല. ഏകദേശം ഇന്ത്യയുടെ 33,000 പ്ലസും 12GB + 512GBക്ക് ആണെങ്കിൽ 1599 ഖത്തറിയല്ല. ഏകദേശം ഇന്ത്യയുടെ 38,000 പ്ലസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ 4K കൂടിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. എനിവേ ഓപ്പോ സ്മാർട്ട് ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ 2, 3, 4 കൊല്ലത്തേക്ക് നമ്മളൊരു നോർമൽ യൂസേജിന് ഒരു സ്മാർട്ട് ഫോണൊക്കെ തേടുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഫീൽ ചെയ്തിട്ടുള്ളത്.
എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയാറുള്ള പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. ഇപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.